ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ചോക്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് 3 സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമ്മുടെ ബൗണ്ടി ചോക്ലേറ്റാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ ചോക്ലേറ്റാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഡെസിക്കേറ്റഡ് കൊക്കനട്ട് 2 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കൊക്കനട്ട് ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ തേങ്ങ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതിലേക്ക് ഇനി ചേർത്തിട്ടുള്ളത് കണ്ടൻസ്ഡ് മിൽക്കാണ്. 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഇതിനി ഒന്ന് നമ്മൾ നല്ലോണം തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ. നമുക്ക് കയ്യിലിങ്ങനെ ഇതുപോലെ ഉരുട്ടിയെടുക്കാനുള്ള ഈ ഒരു പാകത്തിന് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതിനി നമുക്ക് ചോക്ലേറ്റിൻ്റെ ഈ ഒരു ഷേപ്പിലാക്കി കൊടുക്കാം. ഇതുപോലെ ചെറിയൊരു ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. അപ്പം ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പം വേറൊരു രീതിയിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ ചെയ്യുന്ന ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഷേപ്പ് നല്ല രീതിയിൽ ഷേപ്പ് കിട്ടുകയും ചെയ്യും. വളരെ സിമ്പിളാണ്. ഇതുപോലെ ഒരു ചെറിയൊരു ട്രേ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലുള്ള ട്രേ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഈ ഒരു ഡെസിക്കേറ്റഡ് കൊക്കനട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തന്നെ പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ലോണം തന്നെ കൈ വെച്ചിട്ടോ അല്ലെ ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ടോ നല്ലോണം പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള ട്രേ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ ഫ്രീസറിൽ 1 മണിക്കൂർ ഒന്ന് വെക്കണം. ഫ്രീസറിൽ വെച്ചതിന് ശേഷം 1 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കിനി എടുക്കാം. അപ്പം ഞാൻ 2 ട്രേയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിതാ ഫ്രീസറിൽ 1 മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ സുഖമായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ഇതുപോലെ ഷേപ്പ് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രീസറിൽ നമ്മൾ 1 മണിക്കൂർ തന്നെ വെക്കണം, എന്നാലാണ് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ സൈഡ് രണ്ടും ഒന്ന് ഞാൻ നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റാണ് വേണ്ടത്. മിൽക്ക് ചോക്ലേറ്റോ ഏതെങ്കിലും ഒരു ബാർ ചോക്ലേറ്റ് എടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്ത് തിളച്ച വെള്ളം ഒരു കപ്പിലെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സമയം വെച്ചാൽ ഇതുപോലെ നമുക്ക് നല്ലോണം തന്നെ മെൽറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഈ ഒരു മെൽറ്റ് ചെയ്ത ചോക്ലേറ്റിൽ നമുക്കിതിനി ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോരോ പീസായിട്ട് നമുക്ക് ഈ ഒരു ചോക്ലേറ്റിൽ മുക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു ഫോയിൽ പേപ്പറിലാണിത് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ബട്ടർ പേപ്പറിലും വെച്ച് കൊടുക്കാം. പ്ലേറ്റിൽ വെച്ച് കൊടുത്താലും നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് എടുക്കാൻ പറ്റും. ഇതിനി ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ മതി. നല്ലോണം തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ വളരെ സിമ്പിളാണ് ഈ ഒരു ചോക്ലേറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു കിടിലൻ ചോക്ലേറ്റാണ്. അപ്പോൾ അങ്ങനെ ഞാനിതാ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ നല്ലോണം തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതാ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചിട്ടും ഡെസിക്കേറ്റഡ് കോക്കനട്ട് മിക്സ് ചെയ്തെടുക്കാം. വൈറ്റ് ഗണാഷാണ് വേണ്ടത്. ചോക്ലേറ്റ് ഗണാഷ് ഉപയോഗിച്ചിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് കുഴച്ചെടുക്കാം. മിൽക്ക് മെയ്ഡിന് പകരമായിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഈ ഒരു ബൗണ്ടി ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ചോക്ലേറ്റ് തീർച്ചയായും ഇഷ്ടമാകും. കുട്ടികൾക്കൊക്കെ എന്തായാലും നമ്മൾ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല സന്തോഷമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടാനും വിട്ടുപോകരുത്. താങ്ക് യു.